ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ, ദൈവം ഇന്ന് നമ്മൾക്ക് നൽകിയ പുതിയൊരു ദിവസത്തിനായിട്ട് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം സുഭാഷിതങ്ങളുടെ പുസ്തകം 12-ാം അധ്യായം 14-ാം തിരുവചനം. 18-ാം അധ്യായം 20-ാം തിരുവചനം. ഒരുവന് തൻ്റെ വാക്കുകൾക്ക് നന്മ പ്രതിഫലമായി ലഭിക്കുന്നു. 18-ാം അധ്യായം 20-ാം തിരുവചനത്തിൽ അധരഫലം ഉപജീവന മാർഗം നേടിക്കൊടുക്കുന്നു. അധരങ്ങൾ സംതൃപ്തി വിളയിക്കുന്നു. ജീവനെ നശിപ്പിക്കാനും പുലർത്താനും നാവിന് കഴിയും. ഒരു മനുഷ്യൻ്റെ നാവ് ഉപയോഗിച്ചാൽ അവൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കും എന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു. ഒരുവൻ നാവ് ഉപയോഗിച്ച് പ്രാർത്ഥിക്കുമ്പോഴും ദൈവസമക്ഷം തൻ്റെ ആവശ്യങ്ങൾ പറയുമ്പോഴും മറ്റുള്ളവരെ അനുഗ്രഹിക്കുമ്പോഴും ആ പറയുന്ന കാര്യം അവൻ്റെ ജീവിതത്തിൽ മിറക്കിൾസായിട്ട്, അത്ഭുതങ്ങളായിട്ട് സംഭവിക്കുക തന്നെ ചെയ്യും. വളരെ വ്യക്തമായിട്ട് സുവിശേഷത്തിലൂടെ കർത്താവ് പറയാണ്, ഒരു ജീവനെ, ഒരു കൊലപാതകം നടത്താൻ പോലും നാവ് കഴിയും. ജീവനെ നശിപ്പിക്കാനും അതിനെ പുകഴ്ത്താനും നാവിന് കഴിയും. ആയതിനാൽ സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കണമെങ്കിൽ അത് സംഭവിക്കേണ്ടത് നാവിലൂടെയാണ്. പൂർണ്ണ വിശ്വാസത്തോടെ കർത്താവ് എൻ്റെ രോഗം സൗഖ്യപ്പെടുത്തുമെന്ന് വിശ്വസിച്ച് അത് ഏറ്റുപറയുമ്പോൾ ആ അത്ഭുതം അവിടെ നടക്കും. കർത്താവിനോട് എന്ത് ചോദിച്ചാലും നാവുകൊണ്ട് നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് ദൈവം മറുപടി തന്നിരിക്കും. ഇന്നു മുതൽ നമ്മുടെ ജീവിതത്തിൽ നാവുകൊണ്ട് ആരെയും കൊല്ലുവാനോ ആരെയും വേദനിപ്പിക്കുവാനോ ഇടവരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ നാവുകൊണ്ട് ചോദിക്കുന്നതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ യാചിക്കുന്നതും ചോദിക്കുന്നതും ദൈവം നിങ്ങൾക്ക് സാധിച്ചു തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ നാവിനെ ദൈവം വിശുദ്ധീകരിക്കട്ടെ. കർത്താവിൻ്റെ സമാധാനം എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും സഹായത്താൽ ദൈവം നിങ്ങളുടെ നാവിലൂടെ അത്ഭുതങ്ങൾ സംഭവിക്കുവാൻ ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ സമാധാനം എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ.